റോഷാക്ക്, കാതൽ, ബ്രഹ്മയുഗം എന്നീ ചിത്രങ്ങളെല്ലാം വലിയ വിജയങ്ങളായി. മമ്മൂട്ടി വ്യത്യസ്തമാർന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മോഹൻലാൽ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ പരാജയമടയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ ആരാധകരെ നിരാശപ്പെടുത്തിയ ചിത്രമായിരുന്നു മലൈക്കോട്ടൈ വാലിബൻ. ഒരുപാട് പ്രതീക്ഷകളോടെ എത്തിയ മലൈക്കോട്ടൈ വാലിബൻ വലിയ ആസ്വദിക്കാവുന്ന രംഗങ്ങളൊന്നുമില്ലാതെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ചിത്രമായിരുന്നു മലൈക്കോട്ടൈ വാലിബൻ. ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്ന് കേട്ടപ്പോൾ മലയാള സിനിമാ ലോകം എല്ലാവരും ആകാംക്ഷയോടെ വാലിബിനു വേണ്ടി കാത്തിരുന്നു. എന്നാൽ ചിത്രത്തിൽ നിന്നും മറ്റുള്ളവർക്ക് രസിക്കത്തക്കവണ്ണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി വരാൻ പോകുന്ന മമ്മൂട്ടി ചിത്രങ്ങളെല്ലാം പുതുമുഖ സംവിധായകരുടേതാണ്. ബസൂക്ക എന്ന ചിത്രമാണ് ഇനി വരാൻ പോകുന്നത്. അതേസമയം മോഹൻലാൽ സത്യനന്തിക്കാടുമായി വീണ്ടും കൈകോർക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സത്യനന്തിക്കാടും മോഹൻലാലും മുൻപ് ഒന്നിച്ച എന്നും എപ്പോഴും എന്ന ചിത്രം വലിയ വിജയമായിരുന്നില്ല. പോരാത്തതിന് സത്യനന്തിക്കാടിൻ്റെ ചിത്രങ്ങൾ കുറച്ചു കാലങ്ങളായി തിയേറ്ററിൽ വലിയ വിജയങ്ങളായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ സത്യനുമായി മോഹൻലാൽ ഒന്നിക്കുന്ന ആ ചിത്രത്തോടെ മോഹൻലാൽ മലയാള സിനിമയിൽ നിന്ന് തന്നെ ഫെയിൽ ഔട്ടാകും എന്നാണ് ആരാധകർ പറയുന്നത്. പഴയ വീഞ്ഞ് പഴയ കുപ്പിയിൽ തന്നെ എന്നതാണ് സത്യനന്തിക്കാട് ചിത്രത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെയാണ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്.